ഹായ് ഗായ്സ്, അപ്പോൾ ഗെയിമർ ജൂനിയസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഷോർട്സിൻ്റെ വേറൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മൾ നടക്കുന്നത് മൈൻക്രാഫ്റ്റിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ടാണ്. ഈ വീഡിയോ ഒരു ഷോർട്സാണ്, പെട്ടെന്ന് തന്നെ തീരും. അതുകൊണ്ട് എല്ലാവരും സ്കിപ്പ് അടിക്കാണ്ട് കാണണം. ഒരു പ്രത്യേകത പോലത്തെ ഒരു വീഡിയോ ആണ്. ഞാൻ കുറേ നാളായിട്ട് കാത്തിരുന്ന ഒരു വീഡിയോ ആണിത്. ഇന്ന് ഞാനിപ്പോൾ ചെയ്തത് ഗൈസ്. അല്ലെങ്കിൽ വേണ്ട ഗൈസ്, ഞാനിത് ഫുൾ വീഡിയോ തന്നെ ആക്കാം ഗൈസ്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ബാക്കിലൊരു സാധനം ഉണ്ട്. അത് നിങ്ങൾ എന്താണെന്ന് ഊഹിക്കണമെങ്കിൽ ഊഹിച്ച് നിങ്ങൾ ഊഹിക്കണം. ഞാനിപ്പോൾ ഇത് പറയാം. ഞാൻ മറ്റേ എന്നെ പറയണ വല്ല കൃഷി വില്ലേജ് അങ്ങനത്തെ വല്ല സാധനം നിങ്ങൾ ഊഹിക്കണതാണ്. ഞാൻ അതുപോലത്തെ അവിടെയാണ് നിൽക്കണമെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ലൈക്ക് എന്തായാലും ചെയ്യണം. ഇതൊരു ഫുൾ വീഡിയോ കൂടിയാണ്, പക്ഷെ ചെറുതാവുന്ന മാത്രം ഗൈസ്. എൻ്റെ കയ്യിൽ ഓർക്ക് ബോട്ടൊക്കെ ഈ ബോട്ടുണ്ട് എൻ്റെ കയ്യിൽ. ഒന്നിപ്പോൾ പൊളിച്ച് കളയാം. ഞാൻ വെറുതെ വെച്ചാണ് നിങ്ങളെ കാണിക്കാൻ ഗൈസ്. തിരിയാൻ പോണേ. 3, 2, 1 കണ്ട ഗൈസ്. എയർ ഹൗസ് എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം. ഇതിപ്പോൾ എയറിലാണ് നിൽക്കണം. ഇത് വെറുതെ ഞാൻ എനിക്ക് വേണ്ടി വെച്ചേക്കണതാണ് ഗൈസ്. ഞാൻ ഇന്ന് ഈ വീഡിയോ ഇപ്പോൾ രാത്രിയാണ് ഞാൻ എടുക്കണം. ഈ വീഡിയോ റെക്കോർഡ് ചെയ്യണതൊക്കെ. അപ്പോൾ രാവിലെ വൈകുന്നേരം ഫുള്ള് ഞാൻ കളിച്ചുണ്ടാക്കിയ ഇതാണ് വീട് ഗൈസ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് പോവാം. ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ക്രീപ്പർ വീട് പൊളിക്കും. എന്തായാലും വീട് ഇങ്ങനെ ബോംബിട്ട് തകർക്കുക. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആക്കിയത്. ഇപ്പം എന്നാലും ഒരു വട്ടം ക്രീപ്പർ ഇതുപോലെ ഇത് പൊളിച്ചാർന്ന് വീട് എന്താ ഗൈസ്. ഞാൻ കുറേ അപ്ഗ്രേഡ് ചെയ്തു. ഗ്രൈൻഡ് ചെയ്തു. അപ്ഗ്രേഡും ചെയ്ത് കുറേ ഗൈസിൻ്റെ ചെസ്റ്റിൽ ഇത്രയും സാധനങ്ങളുണ്ട്. വുഡൻ ഇത് മറ്റേ ഇത് എന്താ ഇതിനെ പറയണോ, ക്രാഫ്റ്റിംഗ് ടേബിളിൽ കുറേ ഉണ്ട്. ഇപ്പം ഇത് ശരിക്കും ഒരു ട്രാപ്പ് ഡോറാണ് ഗൈസ്. ഞാൻ ഇത് മറ്റേ ജനാലയാണെന്നും പറഞ്ഞാണ് ഇത് വെച്ചത്. പിന്നെ വെച്ച് കഴിഞ്ഞിട്ട് ഓർത്തത് ട്രാപ്പ് ഡോറാണെന്ന്. അപ്പോൾ ക്ഷമിക്കണം, അറിയാണ്ട് പറ്റിപ്പോയതാണത്. പിന്നെ അങ്ങനത്തെ കുറേ ടൈപ്പ് സാധനങ്ങളൊക്കെ ഉണ്ട്. സ്റ്റെപ്പിന് കുറേ തയ്യാറാക്കണമെന്നുണ്ട്. ചെയ്യാം. പിന്നെ നിങ്ങൾ ഇതിൻ്റെ മേളിലോട്ടും ഏണി വെച്ചേക്കണം നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. അതെന്തിനാണെന്ന് വെച്ചാൽ ഞാൻ വഴിയേ പറഞ്ഞുതരാം. പിന്നെ അങ്ങോട്ട് പോയി പൊളിച്ചെന്ന് കഴിഞ്ഞാൽ കണ്ടോ മേളിൽ ഗൈസ്. ഇതെന്ന് തുറക്കാൻ വേണം. ഇതിൽ ഒരു സർപ്രൈസ് ഉണ്ട്. 3, 2, 1 കണ്ട ഗൈസ്. ഇതിൽ നിറച്ചും വാട്ടർമെലൺ കൃഷി തന്നെ വേണമെങ്കിൽ പറയാം. ഞാൻ മറ്റേ വാട്ടർമെലൺ ഇത് പൊട്ടിച്ചെടുത്തിട്ട് ഇവിടെ ഈ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടോ, ക്രാഫ്റ്റിംഗ് ടേബിളിൽ അത് വരുള്ളൂ. അങ്ങനെ ആക്കിയിട്ട് ചെയ്തതാണ് ഇതെല്ലാം. അത് ഞാനൊരു ഡിസൈൻ വേണ്ടി അത് ഇങ്ങനെ ആക്കിയത്. 2ാം നില പണിതത് എന്തുകൊണ്ട് നന്നായിന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ഞാൻ ഈ വീഡിയോ ഗ്രൈൻഡ് ചെയ്യണേക്കാട്ടും മുന്നേ സോംബിയൊക്കെ എൻ്റെ വീട്ടിൽ എങ്ങനെയോ കയറി. ഏണി കയറാൻ അറിയുമെന്നറിയില്ല സോംബിക്ക്. അങ്ങനെ എന്തോ കയറിയായിരുന്നു സോംബി എൻ്റെ ഈ വീട്ടിലേക്ക്. അപ്പം അങ്ങനെ ഞാൻ കുറേ നേരം കടലിലായിരുന്നു രാവിലെ ആവണ വരെ. രാവിലെ ഈ വീട്ടിൽ കയറിയപ്പോൾ ഒരു സോംബി പോലും ഇല്ല. അങ്ങനെ ബാക്കി പണിയും തുടങ്ങി. ആദ്യം ഞാൻ ഈ തണ്ണിമത്തനൊക്കെ ഇവിടെ ആയിരുന്നു. ഈ സൈഡ് ഫുള്ളും ഞാൻ ഇങ്ങനെ വെച്ചേക്കണായിരുന്നു തണ്ണിമത്തൻ. പിന്നെ ഞാനിവിടെ ജനാല ട്രാപ്പ് ഡോർ അങ്ങനെ പറയാം. ട്രാപ്പ് ഡോർ വെച്ചപ്പോൾ എനിക്ക് തോന്നി ഇവിടെയും വെക്കണമെന്ന്. അപ്പം ഞാൻ വേറൊരു മണ്ടത്തരം കാണിച്ചിട്ട്. കാരണം ഞാൻ ഇപ്പോൾ ഓർത്തില്ലായിരുന്നു മേളിൽ ഇത് വെക്കാൻ പറ്റുമെന്ന്. അപ്പം ഞാൻ എന്ത് ചെയ്ത് അടിയിൽ ഈ സാധനം കണ്ടേ, ഈ വുഡെന്നല്ല ഇതിനെ പറയണ, ഓർക്ക് വുഡാ നോക്കട്ടെ ഗൈസ്. അതിന് പേര് ഞാൻ മറന്നു. ബ്രിച്ച് പ്ലാങ്ക്. ഇത് ആ സാധനം വെച്ച് ഞാൻ ഇവിടെ ഒരു ചെറിയൊരു വീട് പോലത്തെ സാധനം ഉണ്ടാക്കി. തണ്ണിമത്തനെല്ലാം വെച്ച് ഭയങ്കര വലുതാർന്ന് ഞാൻ ഉണ്ടാക്കിയ. കുറേ തണ്ണിമത്തൻ ഉണ്ടാവുമെന്ന് ഓർത്ത് വെച്ചപ്പോഴാ ആകെ 10, 15, 14, 11 തണ്ണിമത്തൻ എന്തോ ഉണ്ടായിരുന്നു. അങ്ങനെ ആ പ്ലാനും ഫ്ലോപ്പായി. അങ്ങനെ അതെല്ലാം ഞാൻ പൊളിച്ചെടുത്ത് വീണ്ടും ഇതിൻ്റെ മണ്ടക്ക് കയറ്റി വെച്ചിട്ടുണ്ട്. ഇതിനു മുന്നേ ഒരു വട്ടം ക്രീപ്പർ ഈ വീട് നശിപ്പിച്ചായിരുന്നു. ഇതിൻ്റെ വീടിൻ്റെ സൈഡ് ഞാൻ കാണിച്ചു തരാം. എന്താണ്
ആ കുഴപ്പമില്ല, ഇപ്പം തന്നെ ഇപ്പം തന്നെ ഫുള്ളായിക്കോളും. ഈ സ്ഥലം കണ്ട ഇതിവിടെ ഇത് ഈ ക്രീപ്പർ പൊളിച്ച സ്ഥലമാണത്. കുറച്ച് രണ്ടും കൂടി സാൻഡ് എനിക്ക് സാൻഡ് കുറച്ച് വേണം. ഗ്രൈൻഡ് ചെയ്തപ്പോൾ എനിക്ക് കുറേ സാൻഡ് ഉണ്ടായിരുന്നു. അതൊക്കെ ഞാനിവിടെ ഫുള്ള് ക്രീപ്പറൊക്കെ വന്ന് പ്രശ്നം ഉണ്ടാക്കി ഇവിടെ. അങ്ങനെ അതും തീർന്നു. ഓക്കെ, ഇവൻ്റെ തട്ടാണോ ഇനി? അല്ലല്ലേ ഗൈസ്, നിങ്ങൾ ഈ സ്ഥലം കണ്ട തൊട്ടാലും പിടിച്ചാൽ ഈ ഹെൽത്താണല്ലോ പോണത്. എങ്ങനെ ചാട് വൃത്തിയിലോട്ട് അവിടെ ഇങ്ങനെ ഒന്ന് പൊളിക്കാൻ എന്നിട്ട് ഞാൻ കയറിക്കോളാം. പിന്നെ ഗൈസ് ഈ സ്ഥലമൊക്കെ ഉണ്ട്. ഇതൊക്കെ ക്രീപ്പർ പൊളിച്ചിട്ട് ഞാൻ വീണ്ടും ക്ഷമയോടെ ഞാൻ ക്രിയേറ്റ് ചെയ്തെടുത്ത സ്ഥലമാണ് ഇതൊക്കെ. ഇവിടെ കണ്ട ഇതൊക്കെ ക്രീപ്പറാ പൊളിച്ചാണ്. പിന്നെ ഈ അപ്ഗ്രേഡ് വേറൊന്നും ചെയ്തിട്ടില്ല അങ്ങനെ ഞാൻ അധികം. പിന്നെ ഞാൻ ഈ സ്ഥലമൊക്കെ കണ്ട അത് അറ്റത്തെ മരമൊക്കെ ഇത് ഓർക്ക് പ്ലാങ്ക് എടുക്കാനായിട്ട് ഞാൻ ഒരു സ്ഥലത്ത് പോയായിരുന്നു. അവിടെ ഫുള്ള് മരമാണ്. പിന്നെ വേറൊരു സ്ഥലത്ത് ഫുള്ള് ബാമ്പൂ സ്റ്റിക്ക് പോലത്തെ സ്ഥലം, ബാമ്പൂവിൻ്റെ ഇത് ഞാൻ കാണിച്ച സ്ഥലം നിങ്ങൾക്ക് മനസ്സിലാവില്ല. കാണിച്ച് തന്നെ തരാൻ നിങ്ങൾക്ക് മതി. അവിടെ നിന്ന് ഞാൻ കുറേ ബാമ്പൂ ഒക്കെ എടുത്തായിരുന്നു. എന്തെങ്കിലും ആവശ്യമൊക്കെ വരുമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ മൂന്ന് ബാമ്പൂ പ്ലാന്റ് ഉണ്ടാക്കി, ബാമ്പൂ ബ്രിക്ക് ഉണ്ടാക്കി. സോറി ഗൈസ്, പറഞ്ഞ മാറിപ്പോയി. ഈ സ്ഥലം അല്ലട്ടോ ഗൈസ്, ഇത്തിരി കൂടി പോണം. അവിടെയാണ് ഈ വുഡുള്ളത്. ഈ വുഡുള്ള ഗൈസ് ഒരു വെള്ളയും ചെറുതായിട്ട് ഇങ്ങനെ വെള്ളയും ബ്രൗൺ കളറിൽ ഈ വുഡ് കണ്ട ഗൈസ്, ഇതാണ് ആ സ്ഥലം. പിന്നെ ഈ ബാമ്പൂവിൻ്റെ ഇത് ഇവിടെ കുറേ ഉണ്ട്. ഫസ്റ്റ് തന്നെ ഇങ്ങോട്ട് പോവാം. നിങ്ങൾ പിന്നെ ഇങ്ങനെ ഒരെണ്ണം എടുക്കണമെന്നില്ല. ഇതൊക്കെ ക്രീപ്പർ ഒന്ന് പൊളിച്ചാണ് ഇവിടെ. ഇപ്പം ഇതെടുത്തെന്ന് വിചാരിച്ചോ, എല്ലാം ഇങ്ങോട്ട് വീഴും. അപ്പം എല്ലാം എടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഈ മണ്ണും വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്താൽ മതി. ഈ മണ്ണ് വേണ്ട, മണ്ണും കൂടി പൊളിക്കാം. അപ്പോൾ മണ്ണും വരും ഇതും വരും. അങ്ങനെയുണ്ട് ഒരു ട്രിക്ക്. അപ്പോൾ ഗൈസ് ഞാൻ പിന്നെ ഈ തണ്ണിമത്തനൊക്കെ ഈ പല സ്ഥലത്തൊന്നും എടുത്ത്. പിന്നെ ഈ സ്ഥലം കാണിച്ചേരി മരമുള്ള അവിടെ എന്തോ മഷ്റൂം അങ്ങനെ എന്തെന്തൊക്കെ സാധനമുണ്ട്. ഇവിടെയാണെന്ന് തോന്നുന്നത്. ഞാൻ എപ്പോഴും ചാവുമ്പോൾ റീസ്പോൺ ആവണം. പക്ഷെ ചത്ത് കഴിഞ്ഞിപ്പോൾ എൻ്റെ ഈ സാധനങ്ങളൊന്നും പോവാറില്ല. എന്താണെന്നറിയില്ല, വല്ല ബഗ്ഗാണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണോന്ന് അറിയില്ല. പോയി മരം വീണ്ടും വന്നായി ഇവിടെ. എന്തോരം പ്രാവശ്യത്തെ മരമാണ് കേസ് ഇത് തന്നെ. ഞാൻ എപ്പോൾ വന്നാലും ഒരു മരം അല്ലെങ്കിൽ സ്റ്റിക്ക് ഉണ്ടാവും. എന്നിട്ട് എൻ്റെ അവിടെ കുറേ നട്ട് വെച്ചിട്ടുണ്ട് ഞാൻ. ഇതുപോലത്തെ മരം കണ്ട ഇതിൻ്റെ മേളിലൊക്കെ എന്തോ ഉണ്ട്, അതിൽ നിന്ന് വീഴാനാണ് ഗൈസ്. പിന്നെ ഞാൻ ഈ ബെഡൊക്കെ ഉണ്ടാക്കിയായിരുന്നു. ബെഡൊക്കെ ഞാൻ ഇന്ന് ക്രിയേറ്റ് ചെയ്തതാണ്. ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിന് മുന്നേ കുറച്ച് നേരം മുന്നേ ചെയ്തോളൂ. ഒരു അരമണിക്കൂർ മുന്നേ എന്തോ ബെഡ് ക്രിയേറ്റ് ചെയ്തോളൂ ഞാൻ. ഒരു മണിക്കൂർ എന്തോ മുന്നേ ഞാൻ ബെഡ് ക്രിയേറ്റ് ചെയ്തോളൂ ഗൈസ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു ബോണുണ്ട്. നമുക്കൊരു പെറ്റായിട്ട് പട്ടീനെ വളർത്താം. പക്ഷെ ഇവിടെ പട്ടിയൊന്നും കാണാനില്ല. അതുകൊണ്ടാണ് വേറൊരു പ്രശ്നം. പട്ടി കാണാനില്ല ഇവിടെ. പട്ടി ഉണ്ടാവും. ഒരു ദിവസം ഇനി ഒരു ലോങ് വീഡിയോ ഉണ്ട് ഗൈസ്. പിന്നെ ഒരു ഗ്ലിച്ച് പോലത്തെ സംഭവം ഉണ്ട്. ഞാൻ കുറേ യൂട്യൂബിൽ കണ്ടാണ്. അത് വർക്കാവുമെന്ന് അറിയില്ല. ഒന്ന് ചെയ്ത് നോക്കാം. ഇങ്ങനെ മേളിൽ നിന്ന് ചാടിയിട്ട് അപ്പം തന്നെ ബ്ലോക്ക് നോക്കുമ്പോൾ നമ്മുടെ ഹെൽത്ത് പോകാത്തൊരു ഇത്. അത് റിയൽ ആയിരിക്കും. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇതുവരെ അങ്ങനെ ചെയ്തത് ഞാൻ. ഓക്കെ, ഈ ബോട്ട് ഇങ്ങനെ കുറേ വട്ടം ഇങ്ങനെ അടിച്ചാൽ ബോട്ട് ഇതായി പോവും, ചെറുതാവും. അങ്ങനെ ബോട്ട് ഞാനിപ്പോൾ ഈ മൈൻക്രാഫ്റ്റ് കളിച്ചാൽ അപ്പോൾ ഇൻവെൻറ്ററി അല്ലെങ്കിൽ കയ്യിൽ ഞാൻ ബോട്ട് വെക്കാറുണ്ട്. എന്തായാലും ചാവുമ്പോൾ ഇപ്പം നമ്മൾ ഒരു മരമുള്ള സ്ഥലം കണ്ട അവിടെ ആയിരിക്കും ഞാൻ റീസ്പോൺ ആണോ. പിന്നെ എനിക്ക് പറ്റില്ല അവിടെ നിന്ന് നീന്തി വരാൻ.
ഒരു സാധനം ഇല്ലല്ലേ എൻ്റെ കയ്യിൽ ഉണ്ട്. ഓക്കെ, ആ ബാമ്പു ഉണ്ടല്ലേ, ബാമ്പു. ബാക്കി ബാമ്പു നമുക്ക് ഇവിടെയും വെക്കാം. ഇത് ഇവിടെയും ഫുള്ളായിരിക്കണം. ഇതൊക്കെ ഞാൻ വെറുതെ ഇങ്ങനെ ഇട്ടൊക്കെ വെച്ചേക്കണാണ്. ബാമ്പ് എടുത്തിട്ട് ഇവിടെ വെക്കാം. എന്നിട്ട് അതൊക്കെ ഇൻവെന്ററി തന്നെ കിടക്കട്ടെ. വേഗം പോയിട്ട് ഇത് നട്ട് വെച്ചിടുമ്പോ ചത്ത്. ഹെൽത്താണ് ഈ പോണത്. സോംബി 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 സോംബി. ഗൈസ്, ഈ സാൻഡ് കണ്ടോ, ഈ സാൻഡിൽ നട്ടുപിടിപ്പിക്കാൻ പറ്റൂല ഈ സാധനം. ഓക്കെ, എല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ ഒരു വാട്ടർ മെലൺ സീഡ് ഉണ്ട്. വാട്ടർ മെലൺ സീഡും ഉണ്ട്, വേറെ എന്തൊക്കെയോ കൂടി സാധനം ഉണ്ട്. കൂടി കാണിച്ചിട്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ നോക്കാം. ദേ ഗൈസ്, എവിടെ പോയത്? ഐ, വാട്ടർ മെലൺ സീഡ് എവിടെ? എന്ത് സീഡാ? കോക്കോ ബീൻസാ? അതേ ഇരിക്കണം വാട്ടർ മെലൺ സീഡ്. മെലൺ സീഡ്. ദേ, ഇതെങ്ങനെ ഇടണ്ടേന്ന് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഇതെന്തിനും എൻ്റെ കയ്യിൽ വന്നത്. പിന്നെ ഈ മൈൻക്രാഫ്റ്റ് റിയൽ ആണെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. എൻ്റെ കൂട്ടുകാരൊക്കെ പറയണത് ഫേക്ക് ആണെന്ന്. അപ്പോൾ റിയൽ ആണെന്ന് തോന്നണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഉറങ്ങാം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ലൈക്ക് ടാർഗറ്റ് 1K ആണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. അപ്പോൾ എല്ലാവർക്കും അടുത്ത് ഗൈസ്, ഗ്ലിച്ച് നോക്കിയില്ല. ഒരു പൊട്ടത്തരം കാട്ടിയാനെ. ഇവിടെ ഉണ്ട് ഈ മരം. അത് ഞാനിതുവരെ കണ്ടില്ലല്ലോ ഗൈസ് ഈ മരം. അത് ഞാൻ ശ്രദ്ധിക്കാതെ ആയിരുന്നാ. വെറുതെ എന്നെ അവിടെ വരെ എന്നെ കൊണ്ടുപോയി അവിടെ വരെ. മരമാണ് ഇവിടെ ഞാൻ നട്ടുപിടിപ്പിച്ച മരമാണാക്കാം. ഗൈസ്, ഇവിടെ നിന്ന് വേണോ? റൂഫിൽ നിന്ന് ചാടാം. ഇവിടെ നിന്ന് ചാടിയിട്ട് ഒരു സുഖമില്ല. ആണെങ്കിൽ ഇത്തിരി സ്പേസ് ഉണ്ട്. ഓക്കെ, ചാടുന്നു, നെക്കുന്നു. ഓക്കെ, ജസ്റ്റ് മിസ് ഗൈസ്. ഞാനേ ട്രിക്ക് ഒന്നുകൂടി നോക്കട്ടെ. ജസ്റ്റ് മിസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് മിസ്. എന്തോ ഭാഗ്യത്തിന് അവിടെ നിന്ന് രക്ഷപ്പെട്ട്. ഒരു പകുതി ഹെൽത്ത് ഉണ്ടായുള്ളൂ നമുക്ക്. ചാവല് പകുതി ഹെൽത്ത്. ലക്കെന്നൊക്കെ പറഞ്ഞാൽ ലക്ക്. ഞാനേ വേറെ ഫുഡും കൂടി 2-3 എടുക്കട്ടെ. ഇങ്ങനത്തെ ലക്ക് ഇതുവരെ ഞാൻ ഇടില്ല. ഓക്കെ, നമ്മുടെ ഈ ഹെൽത്ത് ഒന്ന് ഫുള്ളാവട്ടെ. ഗൈസ്, ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യണതിന് മുൻപ് ഇത് ഓർത്തില്ലായിരുന്നെങ്കിൽ അടുത്തൊരു ഷോർട്ട് വീഡിയോ ആക്കി, ഷോർട്സ് ആക്കി ഈ ഗ്ലിച്ച് ഇടേണ്ടി വന്നാണ്. ഗ്ലിച്ചല്ല, ഒരു ട്രിക്ക് അത് ഇടേണ്ടി വന്നാണ്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഹെൽത്തൊക്കെ ഏകദേശം ഫുള്ളായിട്ടുണ്ട്. ഫുള്ളായി ആക്ച്വലി. മറ്റേ സോംബിയുടെ കിട്ടുന്ന ഫുഡ് എന്തോ ഞാൻ ഇപ്പോൾ തിന്നേക്കണം, അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. ഓക്കെ, ചാടാൻ പോവുകയാണ് ഗൈസ്. ലോങ് ജമ്പ് അടിയല വേണ്ട. ഓക്കെ, എന്തൊരു ഗൈസ് ഇത്. പക്ഷെ എന്ത് ലക്കല്ലല്ലോ ഇതിപ്പോൾ.
ഒരു വട്ടം കൂടി നോക്കാം. ഇത് ലാസ്റ്റാണ് ഗൈസ്, ലാസ്റ്റാണിത്, ഇത് ലാസ്റ്റാണ്. ഇതിൽ വന്നു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഈ വീഡിയോ നിർത്തും ഗൈസ്. പിന്നെ എൻ്റെ കയ്യിൽ വേറെ ഫുഡൊന്നുമില്ല. ഫുഡ് വേണമെങ്കിൽ മറ്റേ പന്നീനെ മറ്റേ കോഴീനെ എല്ലാം കൊല്ലണം ഇനിയിപ്പോൾ. അപ്പോൾ ഈ ഫുഡ് മാത്രമേ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളു. അതാണ് ഞാനിപ്പോൾ തിന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ ഗൈസ്, നമ്മുടെ ഹെൽത്ത് ഫുള്ളായിട്ടുണ്ട്. മറ്റേ പശു, ബ്ലാക്ക് പശു, ബ്ലാക്ക് എന്തേലും പറയണം, ഒരു പേര് പറയില്ല. കൊല്ലാൻ എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹം ഓർമ്മീന്. ഓഹ് അതും പോയി. കുഴപ്പമില്ല, ഓടല്ലടാ, ഓടല്ലേ. എനിക്ക് വയ്യ നിൻ്റെ പുറകെ ഓടാൻ. എനിക്ക് വീഡിയോ അതിൻ്റെ ഒപ്പം ആക്കണ്ടാണ്. ഇത് മര്യാദക്ക് വാളെടുത്തിട്ടും വന്നാൽ മതിയായിരുന്നു ഗൈസ്. ഓക്കെ, ഇനി ഇതെടുക്കണം. ആമക്കുഞ്ഞി, ആമയുടെ കുഞ്ഞൊക്കെ ഉണ്ടായി ഗൈസ്. ഞാൻ ആദ്യമായിട്ടാ കാണീന, ആദ്യമായിട്ടല്ലേ കാണപ്പോ കൊന്നേക്കാം. ആമയുടെ കുഞ്ഞൊക്കെ ഉണ്ടാ ഗൈസില്. ഞാൻ ഓർത്ത് വലിയ ആമ മാത്രമേ ഉണ്ടാവുള്ളൂ. ആദ്യമായിട്ടാണ് ഞാൻ ഈ കാണുന്നത്. അത് ഇതിനെ കൊല്ലണം. അയ്യ, ആമേനെ കൊന്ന് എന്തോ കിട്ടുമല്ല. ഒരാളിവിടെ ഇരിക്കണം. നോക്കിയോ ഗൈസ്, പതുങ്ങിയിരിക്കണം അവിടെ. യാണെന്ന് ചാവണമില്ല. ഇത് അൾട്ടിമേറ്റ് ഹെൽത്തായി. അയ്യോ, അയ്യോ, ചത്തില്ലേ ആമ? അയ്യോ, ഞാനൊന്ന് പൊങ്ങട്ടെ. ഓക്സിജൻ. അയ്യോ, ഇവിടെ ഇതിൽ പൊങ്ങാൻ പറ്റൂലേ? അളിയാ, മൂഞ്ചി അളിയാ. ഞാൻ പേടിച്ചു പോയി ഗൈസ് പെട്ടെന്ന്. സൈഡ് നല്ല മേലെ അതിലാണല്ലേ കൊല്ലണ്ട. എടിയിലും പൊട്ടിയായി ഗൈസ്. ലക്ക് ലക്ക്. ഞാൻ ഇവിടെ ഗെയിം സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ലക്ക്, ഇതൊക്കെയാണ് ലക്ക് എന്ന് പറഞ്ഞാൽ. എന്തൊരു ലക്കാണ് ഇതൊക്കെ. ഓൻ്റെ ഒരു മറ്റേ റോപ്പ് പോലത്തെ സാധനം ഇപ്പോൾ കുറേ ഉണ്ട്. ഓക്കെ, നമുക്കിപ്പോൾ തിന്നാനായിട്ട് ഫുഡായിട്ടുണ്ട്. ഒത്തിരിയൊക്കെ പിടിച്ച് ഫുഡ്. ഞാൻ ഒരു ദിവസം മറ്റേ പറഞ്ഞില്ലേ കടലിൻ്റെ നടുക്കുന്ന് ഞാൻ വീട്ടിൽ ഈ സോംബിയൊക്കെ വന്നിട്ട് ഞാൻ നോക്കിയപ്പോൾ ഈ വീടിൻ്റെ ഈ മേളിൽ മറ്റേ സ്കെൽട്ടൻ വന്ന് നിൽക്കണം. ഇപ്പം എന്നെ അമ്പ് വിട്ടവനില്ലേ, അവൻ വന്ന് നിൽക്കണം ഇവിടെ. ഗൈസ്, ലൈക്ക് അടിക്കുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി അമർത്ത്, കമൻറ്റ് ചെയ്യാം. ലാസ്റ്റത് ഇതാണിത്. ഇതിൽ തോറ്റാൽ ഞാൻ അപ്പം വീഡിയോ കൊടുത്തു ഞാൻ. അപ്പോൾ ഗൈസ്, എന്തായാലും ലൈക്ക് ടാർഗറ്റ് ഒരു 1K ആണ്. അപ്പോൾ ലൈക്ക് അടിക്കുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ചാടാൻ പോവുകയാണ്. മൂഞ്ചിപ്പോയി. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയും ഉള്ളൂ. ഞാൻ ഈ ഫുഡൊക്കെ എടുത്ത് നോക്കണ ഈ വലിയ കളക്ഷൻസ് പോലെ ഇതാക്കാനാണ്.
ഈ വുഡ് ഉണ്ടെങ്കിലാണ് ഈ ബ്രിഡ്ജ് പ്ലാങ്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഓ ഗൈസ്, അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.